അല്ലേ എൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആണ് സാന്ദ്രയെ പരിചയപ്പെടുന്നത്. സാന്ദ്ര എനിക്ക് റെഡ് എന്ന് പറഞ്ഞ ഒരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ടായിരുന്നു. അവിടെ സാന്ദ്രയുടെ കമ്പനിയുടെ ലോഗോ ഡിസൈനിന് വേണ്ടി എൻ്റെ സാന്ദ്ര വരുന്നത് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതിനുശേഷം സാന്ദ്രയും ഞാനോട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുകയും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയും ചെറിയ വെബ്സൈറ്റുകൾ മുതൽ സാന്ദ്രയുടെ കുറേ ഫ്രണ്ട്സുകൾ എന്നെ പരിചയപ്പെടുത്തുകയും അതിലൂടെ സാന്ദ്ര പരിചയപ്പെടുത്തിയതാണ് വിജയ് ഭായ്. അങ്ങനെ വിജയ് ഭായും സാന്ദ്രയും പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നുള്ള സിനിമ തുടങ്ങാൻ പോയപ്പോൾ ഞാനാണ് ഫ്രൈഡേ എന്നൊരു സിനിമ എക്സിക്യൂട്ട് ചെയ്തത്. ഞാനാണ് സാന്ദ്ര നമുക്ക് സിനിമ ചെയ്യണം, സിനിമ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, ഇതാണ് ഇല്ലെങ്കിൽ ഒരുപാട് സിനിമകളെ കുറിച്ച് ഞങ്ങൾ ഈ യാത്രകൾ പോകുമ്പോഴൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഈ കണ്ണൂരൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോഴൊക്കെ സിനിമകളെ കുറിച്ച് സംസാരിച്ച് അവസാനം സാന്ദ്ര വിജയ് ഭായിയായിട്ട് പരിചയപ്പെടുക. വിജയ് ഭായ് അങ്ങനെ ഒരു സിനിമ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഹറാമീസ് എന്നുള്ള സിനിമയായിരുന്നു, ഫഹദിനെയും വിനീതിനെയും വെച്ചിട്ട്. അത് നടന്നില്ല. അന്ന് അതിന് വിനീത് ലാസ്റ്റ് ടൈമിൽ എന്തോ ഡേറ്റ് ഇഷ്യൂ ആയിട്ട് മാറി. വേറൊരു കൈൻഡ് ഓഫ് ഒരു കൾച്ചർ സിനിമയ്ക്ക് കൊണ്ടുവരികയും ചെയ്തു. ഒരുപാട് അങ്ങനത്തെ നരേഷനൊക്കെ ഡിജിന ഡയറക്ടർ, ഭയങ്കര രസമുള്ള ഡയറക്ഷനായിരുന്നു. അതിനുശേഷം മങ്കി പെൻ, ഏതാണ് സെക്രട്ടറിയുടെ ഗർഭിണികൾ, പെരിച്ചാഴി, അങ്ങനെ ഒരുപാട് സിനിമകളിൽ സാന്ദ്രയായിട്ട് എനിക്ക് പല രീതിയിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം സാന്ദ്ര വഴിയാണ് ഞാൻ ഇൻഡസ്ട്രിയിലെ കുറേ ആളുകളെ വളരെ ഈസിലി പരിചയപ്പെട്ടത്. ഇപ്പോൾ സിനിമാ പ്രാന്തം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഐഡിയ ഇത്രയും വലിയ സക്സസ് ആകാനുള്ള ഒന്നാമത്തെ കാരണം സാന്ദ്ര തോമസ് ആണ്.